ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചക്ക വെച്ചിട്ട് ഇലയപ്പം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത വരിക്കച്ചക്കയാണ്. അത് നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിയണം. അതിനുശേഷം ആവശ്യത്തിന് തേങ്ങ വേണം, ശർക്കര വേണം. തേങ്ങയും ശർക്കരയും ചക്ക ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി അങ്ങ് കഴിഞ്ഞു. അടുത്ത പണി എന്ന് പറഞ്ഞാൽ തേങ്ങയും ശർക്കരയും ആ ചക്ക ചെറിയ ചെറിയ പീസാക്കിയത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഈ ഒരു മിക്സിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഏലക്കയുടെ തോടെടുത്ത് മാറ്റിയിട്ട് അതിനകത്തുള്ളതിന് മാത്രം പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഏലക്കാപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഫില്ലിങ് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ്. അതാണ് ചെറുതായിട്ട് വെള്ളം ഊറിയിരിക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് പ്രധാനപ്പെട്ട ജോലിയിലേക്ക് കടക്കാം. ബാറ്റർ തയ്യാറാക്കാൻ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആട്ടമാവാണ്. കുറച്ച് നമ്മൾ നേരത്തെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ച ചക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ഈ മാവിലേക്ക് ആഡ് ചെയ്ത് നല്ല പരുവത്തിന് മാവ് കുഴച്ചെടുക്കണം. 2 കവർ ആട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മാറ്റാം. ഇലയപ്പം ഉണ്ടാക്കുന്നതിന് ഇലയില്ലാതെ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത് പൊരിയനയുടെ ഇലയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല, കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ബാറ്ററും ആയിട്ടുണ്ട്, ഫില്ലിങ്ങും ആയിട്ടുണ്ട്. അടുത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഇഡ്ഡലിക്കുട്ടയില്ലേ, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ആദ്യത്തെ തട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മുകളിലത്തെ തട്ട് വെക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത ഇലയിലേക്ക് ആ ബാറ്റർ നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കണം. അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫില്ലിങ് നിരത്തി വെച്ച് കൊടുക്കണം. ചിലർക്ക് ഭാഗ്യം ഉണ്ടാവും, ഏറ്റവും കൂടുതൽ ഫില്ലിംഗ് ഉള്ള ഇലയപ്പം കിട്ടും. എന്നാൽ ചിലർക്ക് കുറച്ച് ഫില്ലിംഗ് ഉള്ളതേ കിട്ടുള്ളൂ. പക്ഷെ മാക്സിമം നമ്മൾ കറക്റ്റ് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ എല്ലാ ഫില്ലിങ്ങും ഒരുപോലെയാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അമ്മയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് പോലെ ഇലയെല്ലാം മടക്കി കറക്റ്റായിട്ട് ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ചാൽ മതി. നമ്മൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് അടുപ്പത്ത് വെക്കുന്നത്. ഒരെണ്ണം ചെയ്ത് കാണിച്ചു തന്നിട്ട് അമ്മയ്ക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അമ്മ പുറത്ത് പോയപ്പോൾ ബാക്കി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ചെയ്തു. എല്ലാം ചെയ്ത് അടപ്പെടുത്ത് അടയ്ക്കുന്നത് ഞാനാണ്. അടപ്പടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വരുന്നത് വരെ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അമ്മ വന്നതിന് ശേഷം എല്ലാം ക്ലിയർ ആക്കി അതെല്ലാം വെച്ച് തന്നെ അമ്മ കറക്റ്റായിട്ട് അടച്ചു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഒന്ന് അടുപ്പത്ത് വെച്ച് ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ള ഇലയപ്പം കിട്ടും. ചിലർ ചക്ക അരച്ച് ചേർക്കുന്നുണ്ട് ബാറ്ററിൽ, അതുപോലെ തന്നെ ചിലർ വേവിച്ചിട്ട് അരച്ച് ചേർക്കും. അങ്ങനെ നിറയെ ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇലയപ്പം തന്നെയായിരുന്നു. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു, എന്നാലും ഒരു 2-3 എണ്ണം കഴിച്ചു കേട്ടോ. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.